അമേരിക്ക ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ആധിപത്യം തകർക്കാൻ വേണ്ടി പുതിയ സംവിധാനം കണ്ടെത്തിയിരിക്കുകയാണ്. ആ സംവിധാനം കണ്ടെത്തി ആദ്യ ആക്രമണം നടത്തി 10 മണിക്കൂറിനകം ഇറാൻ തകർത്ത് തരിപ്പണമാക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇത് സെൻകോമാണ്, അമേരിക്കയുടെ സെൻകോമാണ് ഈ ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചത്. അവരുടെ എക്സിലാണ് ഈ ഒരു വീഡിയോ കാണുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഈ ഒരു അൺമേൻഡ് ബോട്ടാണിത്. ഇതിൽ സ്വയം നിയന്ത്രിക്കുകയും സ്വയം ചെന്ന് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ ബോട്ടാണ്. ഈ ബോട്ട് ആദ്യമായി ഇറാന്റെ ബന്ദർ അബ്ബാസ് എന്നറിയപ്പെടുന്ന നാവിക കേന്ദ്രത്തിൽ സ്ഫോടനമുണ്ടാക്കുകയും ഈ വീഡിയോ വളരെ സന്തോഷത്തോടുകൂടെ വലിയ വിജയമായി സെൻകോം പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു രാത്രി നടന്ന ഒരു സംഭവമാണ്. എന്നാൽ ഈ ഒരു സംഭവം നടന്ന് 10 മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഇതിന്റെ കൺട്രോൾ സെന്റർ മൊത്തമായി ഇറാൻ അടിച്ചു തകർത്തിരിക്കുകയാണ്. ഇറാന്റെ ഇർന പത്രം വളരെ കൃത്യമായ കാര്യം പറയുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അക്കദൽ ബയാൻ അന്നഹു ഫി ഹാദിഹിൽ മർഹല തമ്മ തദ്മീറു മർകസി തഹക്കും വൽ മുറാഖബ അൽ ഖാസ് ബിസ്സവാരിക്. അമേരിക്കയുടെ പുതിയ ഈ ഒരു ബോട്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ കൺട്രോൾ സെന്റർ 10 മണിക്കൂറിനകം തന്നെ ഇറാൻ അടിച്ച് തകർത്തിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ ഒരു സന്തോഷം, ഈ ഒരു ആഹ്ലാദം ഒരു 10 മണിക്കൂർ പോലും നീണ്ടു നിന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹോർമുസ് കടലിടുക്കിന്റെ ഏത് ഭാഗങ്ങളെയും ഇറാൻ ശക്തമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അമേരിക്ക ഏത് പുതിയ പദ്ധതി കൊണ്ടുവന്നാലും അത് ഇറാൻ തീർച്ചയായും തകർത്ത് കളയും എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണിത്. ഈ ഒരു റിപ്പോർട്ടിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരുപാട് ആക്രമണങ്ങൾ, അമേരിക്കയുടെ പാട്രിയറ്റ് സിസ്റ്റങ്ങൾ, അതുപോലെ തന്നെ ലോജിസ്റ്റിക് സെന്ററുകൾ, ഇന്ധനം നിറക്കാൻ വേണ്ടി കപ്പലുകൾക്കും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങൾക്കും ഇന്ധനം നിറക്കുന്ന കേന്ദ്രങ്ങൾ, ഇതെല്ലാം ആക്രമണത്തിന് ഇരയായിരിക്കുന്നു എന്നാണ് വാർത്തയിൽ പറയുന്നത്. എന്തായാലും അമേരിക്ക ഒരുപക്ഷെ ഈ ഒരു വെടിനിർത്തൽ കാലാവധി ഇത്തരത്തിലുള്ള പുതിയ ഒരു ബോട്ട് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നുവെങ്കിൽ അത് മുഖേന ഇറാന്റെ സംവിധാനങ്ങളെല്ലാം തകർക്കാം, ഇറാന്റെ ബന്ദർ അബ്ബാസിലുള്ള നാവിക സംവിധാനങ്ങൾ തകർക്കാം എന്ന് ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകും. കാരണം സാധാരണ ഒരു കപ്പലുമായി ചെല്ലുമ്പോൾ കപ്പൽ തകർക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബോട്ടുകളാകുമ്പോൾ വലിയ ചിലവില്ല, മാത്രമല്ല ഏത് സ്ഥലങ്ങളിലും ധൈര്യമായി കടന്നു ചെന്ന് സ്ഫോടനം നടത്താൻ സാധിക്കും. പക്ഷേ അതിന്റെ എല്ലാം മുന ഇപ്പോൾ ഇറാൻ ഒടിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത. ഇവിടെയാണ് അമേരിക്ക ആശങ്കപ്പെടുന്നത്.